ഹലോ ഡിയേഴ്സ്, +2 സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അത് സയൻസ് ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും എല്ലാം. സോ ഒരുപാട് സ്റ്റുഡൻസ് നമ്മളോട് മെസ്സേജ് ചെയ്ത് ചോദിക്കുന്ന കാര്യമാണ്, സാറേ എന്നാണ് റിസൾട്ട് വരിക എന്നുള്ളത്. മാത്രമല്ല പല ചാനലുകളും അതുമായി ബന്ധപ്പെട്ട് ഫേക്ക് ന്യൂസുകൾ, റിസൾട്ട് വന്നു എന്ന് പറഞ്ഞിട്ട് വ്യൂസിന് വേണ്ടിയിട്ട് ചുമ്മാ വെറുതെ പറയുന്ന ചാനലുകളും അതിനകത്ത് ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ പലരും സ്ക്രീൻഷോട്ട് അടക്കം സെൻഡ് ചെയ്തിട്ട് സാറ് റിസൾട്ട് വന്നു എന്ന് കേൾക്കുന്നു, ശരിയാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, കൃത്യമായ റിസൾട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പം പിന്നീട് നിങ്ങൾക്ക് അതിനകത്തൊരു സംശയത്തിന്റെ കാര്യമില്ല എന്നുള്ളതാണ്. നോക്കൂ, നിങ്ങൾ കഴിഞ്ഞ വർഷം എക്സാം ഫിനിഷ് ആയത് ജൂൺ 20-നാണ്. അതിനുശേഷം റിസൾട്ട് വന്നത് ജൂലൈ 11-നുമാണ്. എന്ന് പറഞ്ഞാൽ അവിടെ 21-ാമത്തെ ദിവസമാണ് റിസൾട്ട് വന്നത്. ജൂണിലെ 10 ദിവസവും പിന്നെ 10 ദിവസം കഴിഞ്ഞ് 20 ദിവസം കഴിഞ്ഞ് 21-ാമത്തെ ദിവസം വന്നു. അപ്പൊ ഇപ്രാവശ്യം അതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ജൂൺ 27-നാണ് എക്സാം ഫിനിഷ് ആയത്. അങ്ങനെ വരുമ്പം പിന്നീട് അതിനകത്ത് 21-ാമത്തെ ദിവസം എന്ന് പറയുന്നത് അവിടുത്തെ 3-ഉം പിന്നെ 17-ഉം കഴിഞ്ഞ് ജൂലൈ 18-ാം തീയതിയാണ് അതിനകത്ത് 21-ാമത്തെ ദിവസമാകുന്നത്. അപ്പം മിക്കവാറും എന്തായാലും അതിനകത്ത് ജൂലൈ 18 നമുക്ക് അതിനകത്ത് റിസൾട്ട് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. അതല്ല, ചിലപ്പം അതെന്താവാം ജൂലൈ 17-ന് വൈകുന്നേരം വരാനുള്ള സാധ്യതയും അതിനകത്തുണ്ട്. അപ്പൊ ജൂലൈ 17, 18 ദിവസങ്ങളാണ് നമ്മൾ അതിനകത്ത് റിസൾട്ട് പ്രതീക്ഷിക്കാവുന്നത്. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കുക. പിന്നീട് റിസൾട്ടുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ ഏത് സൈറ്റിലാണ് നിങ്ങൾ നോക്കേണ്ടതെന്ന കാര്യങ്ങളെല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പം അതിന് വേണ്ടിയിട്ടൊക്കെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.